ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദൂസ് വേൾഡ്. ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറേ നാളായി വിചാരിക്കുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണത് പറ്റിയത്. അപ്പോൾ ഞാൻ ആദ്യം ഫെയർ ആൻഡ് ലവ്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വേറെ ഒരു ക്രീം യൂസ് ചെയ്യാറില്ല. കുറേ വർഷങ്ങളായിട്ട് ഫെയർ ആൻഡ് ലവ്ലി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പൗഡർ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൺമഷിയാണ് എഴുതുന്നത്. ആദൂസിൻ്റെ കൺമഷിയാണ്, എരിവില്ലാത്തത്. ഞാൻ ഐലൈനർ എഴുതുന്ന സമയത്ത് ആദ്യം കൺമഷി അടിയിൽ എഴുതിയതിന് ശേഷമാണ് ഐലൈനർ എഴുതാറുള്ളൂ. എന്നാലൊരു എന്താ പറയുക, എനിക്കൊരു തൃപ്തി ആവണമെങ്കിൽ അങ്ങനെ ചെയ്താലേ ഒരു തൃപ്തി വരുള്ളൂ. അപ്പോൾ താഴെയും മുകളിലായിട്ടാണ് ഞാൻ ഐലൈനർ എഴുതാറ്. എപ്പോഴും അങ്ങനെയല്ല എഴുതാറ്. ചില സമയത്ത് താഴെ മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ മേലെ മാത്രം, അങ്ങനെയൊക്കെ എഴുതാറ്. ഇന്ന് ഞാൻ എഴുതുന്നത് താഴെയും മേലെയും എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുവിധം കണ്ണെഴുതി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കി എഴുതിയാൽ ആ ഒരു തൃപ്തി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കണ്ണാടിയിൽ നോക്കി എഴുതുന്നത്. പിന്നെ ഞാനൊരു പൊട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗോൾഡൻ കളർ സ്റ്റോണിൻ്റെ ഒരു പൊട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചെറിയ പൊട്ടുകൾ അധികം യൂസ് ചെയ്യാറുള്ളൂ. ഒരുപാട് വലുത് വെച്ച് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചെറുത്, കൂടുതലും ഗോൾഡൻ കളറുള്ള പൊട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചന്ദനം കൂടെ ഇട്ടാലാണ് എനിക്ക് ആ മേക്കപ്പ് അത് ഫുള്ളായി എന്ന് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ചന്ദനമാണ് കേട്ടോ. അടുത്തത് തലമുടിയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ആദ്യം നേരൊക്കെ എടുത്ത് നല്ല ചെടി ഉണ്ടായിരുന്നു. ഞാൻ ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം മുടി ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരുന്നുണ്ടായിരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ എനിക്ക് തലമുടി ചെയ്യുമ്പോൾ നല്ലോണം അറിയുന്നുണ്ടായിരുന്നു. തലയിൽ ഹെയർ പാക്ക് ചെയ്തിട്ട് മുടി നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല ഡ്രൈ ആയിരുന്നു, ഭയങ്കര കെട്ടുണ്ടായിരുന്നു മുടിയിൽ. അപ്പോൾ ആദ്യം രണ്ട് സൈഡിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞിട്ടാണ് തലമുടി കെട്ടാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ തലമുടി കെട്ടാൻ തുടങ്ങി. ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുള്ളൂ. ഒന്ന് വേറെ ആരുടെങ്കിലും തലമുടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, പക്ഷേ എൻ്റെ തലയിൽ എനിക്കിത് മാത്രം ചെയ്യാൻ അറിയുള്ളൂ. ഈ ഒരു മോഡൽ തന്നെ കെട്ടാൻ എനിക്ക് അറിയുള്ളൂ. ഇതന്നെ ഞാൻ എവിടേക്ക് ഫങ്ഷൻ ആണെങ്കിലും പുറത്തേക്കാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഞാൻ കെട്ടുള്ളൂ. പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 ഭാഗത്ത് കെട്ടും, അതിന് ശേഷം ഇങ്ങനെ തന്നെ കെട്ടാറുള്ളൂ. അങ്ങനെ ഒരുവിധം തലമുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കെട്ടിയോടെ അങ്ങനെ ഒരു ചെറിയൊരു പൂമ്പാറ്റ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ചിലപ്പോൾ അഴിഞ്ഞ് വരും എനിക്ക്. അതുകൊണ്ട് അതിങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിരുന്നോളും മുടി. പിന്നെ ഒരു കുഞ്ഞ് കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. ഒരു വൈറ്റ് കല്ല് വെച്ചിട്ടുള്ളൊരു കമ്മലാട്ടോ, റിങ് മോഡൽ ഒരു കമ്മൽ. ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് വേറെ ഏത് കമ്മലിട്ടാലും ഒരു തൃപ്തി വരുന്നില്ല. എന്തോ ഒരു കമ്മലിടാത്തൊരു ഫീലിംഗാണ് വേറെ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം സിന്ദൂരം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു റെഡിഷ് കളറ് സിന്ദൂരമാണ് കേട്ടോ. എനിക്ക് ആ കളറാണ് ഇഷ്ടം. പിന്നെ അതിൻ്റെ മെറൂൺ ഉണ്ട്, അതൊരു രസം ഉണ്ടാവില്ല. അതാകുമ്പോൾ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാ എൻ്റെ ഫേവറേറ്റ് സിന്ദൂരം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി മേക്കപ്പ് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.
അപ്പോൾ എന്തായാലും ഒരുങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.